ചേർത്തി മോർണിംഗ് ഉണ്ടേ? നിനക്കുറിച്ച് വൈൻ കൊണ്ടുവന്നിട്ടുണ്ട്. ആർക്കും കൊടുത്തേക്കല്ലേ. കാലത്തെ വള്ളം വലയേട്ടങ്ങാട്ടാണ്. ഓ ഒന്ന് വീശാൻ പോണേ. വലയേട്ട ചുള്ളിക്ക് വഴിയൊന്നും പോകണ്ടട്ടാ. ആ റൂട്ടൊന്ന് മാറ്റി പിടിച്ചോ. 2 ദിവസം നിന്റെ പഴയ ലൈനില്ലേ, അവളുടെ കല്യാണ. എന്റെ ബായ്, അത് നമ്മുടെ പഴയ സ്റ്റോക്കാ. അതൊക്കെ വിട്ടിട്ട് നാളെ എത്രയായി? 2 പിള്ളേരായില്ലേ, ഇനിയെങ്കിലും നന്നാവാൻ നോക്ക്. രക്ഷപ്പെട്ടു. ആര് രക്ഷപ്പെട്ടു? നിന്നെ കെട്ടാൻ വന്നവർ രക്ഷപ്പെട്ടു എന്ന് പറ. നീ ജന്മത്തിന് നന്നാവരടാ. ഞാൻ മുരുകന്റെ കൂടെ ഇറങ്ങി പോകുന്നതാ. അയ്യോ, 2 ദിവസം കഴിഞ്ഞ ഈ കൊച്ചിന്റെ കല്യാണാ. ടീച്ചറിലെന്ന് വെച്ച് കണ്ട പെണ്ണുങ്ങളെ വിളിച്ച് വീട്ടിൽ കയറ്റാൻ പറ്റില്ല. ഞാൻ കണ്ട പെണ്ണൊന്നുമല്ല, നല്ല 1-ാം തരം തറവാട്ടുകാരിയാ. മുരുക, ഇവിടെ ഈ നിമിഷം ഇവളുടെ വീട്ടിൽ കൊണ്ട് വിട്ടോണം. നാളെ മറ്റന്നാൾ അതിന്റെ കല്യാണം. അതിന് ബോധമില്ലെന്ന് മനസ്സിലായി. നീയും കൂടെ അങ്ങനെ ആയാലോ? പിന്നെ ഞാൻ മിണ്ടാതിരിക്കും. എവിടെ നിന്ന് കിട്ടിയടാ ഇതിനെ? ദൈവമേ, ഇതേത് സാധനം? കുടിച്ചത് കൂടിയാവോ? ടോമിച്ചായ, സ്ഥലത്തെ പ്രധാന പാമ്പ. ഈ റിമിയുടെ അപ്പനാ. ഓഹോ, അപ്പൊ ഇവളാണല്ലേ റിമി ടോമി. എടേ, മര്യാദക്ക് ഇറങ്ങി വരാനാ പറഞ്ഞത്. നിനക്ക് മടിയുണ്ടെങ്കിൽ നിന്റെ കൂടെ ഒരുത്തനില്ലേ, മുരുകനാ കിരുകനാ, അവനിങ്ങനെ ഇറക്കി വിടറി. നിന്നോടാ പറഞ്ഞ് വരുമ്പോ കയ്യില് ലേശ അച്ചാറ് ഉണ്ടെങ്കിൽ കൊടുത്തയക്ക്. ഉണ്ടെങ്കിൽ മതിട്ടാ. ആഴ്ചയിലൊരിക്കൽ മുണ്ടെടുക്കണമെന്നാണ് മുഖ്യമന്ത്രി പറയണേ. മുണ്ടുടിപ്പിക്കുക MLA-മാരെ പറഞ്ഞേക്കോ. അല്ല, ഞാനിപ്പോ എന്തിനാ ഇവിടെ വന്നത്? അച്ചാറിന്റെ കാര്യം പറഞ്ഞു. മുരുകൻ ഇറക്കി വിടറേ. പള്ളുരുത്തി മുതൽ പനാമ വരെ പിടിയുള്ളവനാ ഈ ടോമി പാറേക്കാടൻ. അവിടെ കിടന്ന് കുറച്ചിട്ട് ഒരു കാര്യമില്ല. ഞാൻ എനിക്ക് തോന്നുന്നു അവന്റെ കൂടെ ജീവിക്കും. ജീവിച്ചോടി, ജീവിച്ചോ. മരണം വരെ നീ ജീവിച്ചോ. താഴെ വെച്ചാ ചെറിയ ചെറിയ ഉറുമ്പായിരിക്കും, തലയിൽ വെച്ചാ ചെറിയ ചെറിയ പേനായിരിക്കും. അങ്ങനെയല്ലേടി നീ എന്നെ കൊണ്ടു നടന്നത്? നിന്റെ പാവ അമ്മ മരിച്ചതിന് ശേഷം ഞാൻ വേറൊരു കല്യാണം കഴിക്കാതിരിക്കുന്നത് എന്താണെന്ന് അറിയോ? നിന്റെ അമ്മ പോലെ വേറൊരു പിശാചി കുടുംബത്ത് വരണ്ടെന്ന് വിചാരിച്ചിട്ടാ. കർത്താവ് പറഞ്ഞിട്ടില്ലേ വലതുകരം ചെയ്യുന്നത് എന്താണെന്ന് ഇടതുകരം അറിയാതിരിക്കട്ടെ എന്ന്. അച്ചാറുണ്ടെങ്കിൽ ലേശം കൊടുത്തേക്കിടി. എനിക്കതല്ല പ്രശ്നം. ഈ മുണ്ടൊന്നും ശരിക്കും ഉടുക്കാൻ പറ്റില്ലല്ലോ കർത്താവേ. ആഴ്ചയിലൊരിക്കൽ മുണ്ടെടുക്കണമെന്ന് മുഖ്യമന്ത്രി തീർത്തു പറഞ്ഞു. ബാറുള്ളോടത്തോളം കാലം ഒരു ഡബിൾ മുണ്ട് ഒറ്റയ്ക്ക് ഒരാൾക്ക് ഇട്ടാൻ പറ്റില്ല. എന്റെ ദൈവമേ, ഇങ്ങനെ മുണ്ടെടുക്കാനാണ് ഈ മുഖ്യമന്ത്രി പറഞ്ഞത് അല്ലേ? അത് ശരി. താഴത്ത് വെച്ചാ ചെറിയ ചെറിയ ഉറുമ്പരിക്കും. ഞാൻ തോറ്റു എന്റെ കർത്താവേ. ഈ ഡബിൾ മുണ്ട് കണ്ടുപിടിച്ചവന്റെ അമ്മയ്ക്ക് വിളിക്കണം. കൈ വളരുന്നുണ്ടോ, കാല് വളരുന്നുണ്ടോ, അങ്ങനെയല്ലേ നീ എന്നെ നോക്കിയത്? താഴത്ത് വെച്ചാ ചെറിയ ചെറിയ ഉറുമ്പരിക്കും, തലയിൽ വെച്ചാ ചെറിയ ചെറിയ പേനായിരിക്കും. അങ്ങനെയല്ലേ നീ എന്നെ വളർത്തിയത്? ഹലോ, കാണണല്ലോ. ആ ഷംസുവാ, ഡോഗ് ഒന്ന് കാണണമെന്ന്. ഇവനെ അറിയാവോ? ഇവൻ ഭയങ്കര ക്യാമറമാനാ. ഫേമസ് ആണോ? ഫേമസ് ആണോന്നോ ഒന്നും പറയണ്ടേ. മട്ടാഞ്ചേരിയിലെ എല്ലാ വീടിന്റെയും കക്കൂസിന്റെയും കുളിമുറിയുടെയും ഷെയ്ഡെ തൂങ്ങിക്കിടന്നല്ലേ ഇവൻ ഓരോ ഷോട്ടുകൾ എടുക്കുന്നേ. റിസ്കി ഷോട്ടുകളാ. ഇവന്റെ കോൺസ്റ്റബിൾസ് വൈഫ് ഭയങ്കര ഹിറ്റല്ലേ? കോൺസ്റ്റബിൾസ് വൈഫ്? നമ്മുടെ പള്ളുരുത്തി സ്റ്റേഷനിലെ സോമൻ സാറിന്റെ ഭാര്യയുടെ. അതിന് ഇവനെ ഞാനിപ്പോ എന്താ ചെയ്യണ്ടത്? ഇവനെടുത്ത പുതിയ പടം കണ്ട പിള്ളേരാ പറഞ്ഞത്. ഇക്ക ഇതൊന്ന് കണ്ടു നോക്ക്. എടാ ഒന്ന് ഇട്ടു കൊടുക്ക. പയ്യനാകെ പേടിച്ചിരിക്കുക.
ഓട്ടം പോലെ കാണിക്കേ. ഇവനാ അന്ധകാരം ബാബു, പോലീസ് വിറ്റ്നസ്. ബിലാലെ, ബിലാൽ എങ്ങോട്ടാ? ഇപ്പൊ ക്യാമറയെ കണ്ടത് എന്റെ മേരി ടീച്ചറിന്റെ മുഖമാണ്. നീയൊക്കെ അമ്മയെന്ന് വിളിച്ച മേരി ടീച്ചറിന്റെ. കോളനിയിൽ കയറി അവനെ പൊക്കുക എന്ന് പറഞ്ഞാൽ ഇച്ചിരി ചടങ്ങാ. കോളനിന്നല്ല, അവന്റെ ഉമ്മാന്റെ ഗർഭപാത്രത്തിൽ നിന്നാണേലും പൊക്കിയിരിക്കും. ബിലാലെ, അവിടെ മുഴുവനുള്ള കഞ്ചാവും ടീഡിയൊക്കെ അടിച്ചേറ്റ് പിള്ളേരാ. എല്ലാവന്റെ അരയിൽ ടൂള് കാണും. പഴയ ബിലാലിന് വേണ്ടിക്ക് മാർക്ക് ചെയ്യാൻ പറ്റാത്ത ഏത് കോളനിയാടാ കൊച്ചിയിലുള്ളത്? അവിടെ ഒറ്റക്ക് നിൽക്കണ്ട, പണി കിട്ടും. കൂടെ വന്ന് തടി കേടാതെ നോക്കാം. നീയൊക്കെ അരട്ട് ഹൗസ് റൂട്ടുണ്ട്. അജന്തയിൽ ആദിഭാവം കണ്ടുകൊണ്ട് നടക്കുന്ന ടൈമിൽ നമ്മൾ ഈ സീം ഇട്ടതാ. നിന്റെയൊക്കെ ഇക്കാനോടൊക്കെ ചോദിച്ചാ അറിയാം. ഇവിടെ അടുത്താ വീട്. ഞങ്ങളുടെ അമ്മയെ അറിയും, മേരി ടീച്ചർ. മേരി ടീച്ചറിന്റെ കൊലപാതകത്തിന്റെ ഒരു സാക്ഷി ഇവിടെ ഉണ്ട്. അത് നിന്റെ ബാപ്പായോ മച്ചാനോ ആണെങ്കിൽ ടീച്ചറിന്റെ മകൻ ബിലാല് വന്നിട്ടുണ്ടെന്ന് പറയണം. അവനെ കിട്ടാതെ ബിലാലി കളം വിടുന്ന പ്രശ്നമില്ല. എന്തേ ഉള്ളാമുട്ടുണ്ട? മര്യാദക്ക് പറഞ്ഞോ, ഇല്ലെങ്കിൽ നിന്റെ സെല്ലുലോയിഡ് ഞാൻ അടിച്ചു പൊട്ടിക്കും. സെല്ലുലോയിഡ് പോയ പിന്നെ കാശിന് കൊള്ളുകയല്ല. കൂത്തുകാരാ? അതാ ഞങ്ങൾക്കും അറിയാൻ പാടില്ല. നീ എങ്ങോട്ടാ ഓടിയത്? മസില? നീ ആരെ കാണാനാ ഓടിയത്? നീ ആരുടെ അടുത്തേക്കാണോ പോയത്? ഞങ്ങൾക്ക് അയാളെ ഒന്ന് കാണണം. എനിക്കറിയില്ല. അതിനാളെ ഞങ്ങൾ പറഞ്ഞില്ലല്ലോ. അപ്പൊ നിനക്ക് ആളെ അറിയാം. പറ. എന്റെ ചേട്ടനാ വീട്ടിലില്ല.